ആ കഞ്ഞീമ തൊട്ടുള്ള കളി നീ വേണ്ട എന്ന് പറഞ്ഞു. തെറിയുടെ പൂരം ഒറ്റ ചവിട്ടാന്ന് പിന്നീട് എല്ലാവരും തെറി. ഉരുൾപൊട്ടലിന്റെ ഇടയിൽ വെട്ട പോലെ ചാർലി എന്നെ രക്ഷിക്കുക. ഗ്യാസ് ലാഭിക്കുക. നമുക്ക് വേറെ ഇഷ്ടം പോയില്ലേ. മുറിക്കാൻ ബുദ്ധിമുട്ടും തോറേ ഐഡിയും ചക്കിക്ക് ടേസ്റ്റ് കൂടുതലാന്ന് കറണ്ട് പോയി നല്ല ഭംഗിയുണ്ട് ഈ സാധനം. ഇത്ര വില കൊടുത്തിട്ട് വെക്കുന്ന സാധനങ്ങൾ ചേട്ടൻ വലിച്ചു കളയും കുറച്ച്. നമസ്കാരം പ്രിയപ്പെട്ടവരെ, തൊണ്ടടഞ്ഞു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. അതേ, ഇന്ന് ഞായറാഴ്ച സാധാരണഗതിയിലെ കാലത്ത് പെണ്ണുങ്ങൾ ആണുങ്ങളെ ഇറച്ചി വാങ്ങിക്കാൻ പറഞ്ഞേക്കും. ഇറച്ചി കടയും കോഴിക്കടയും ഒക്കെ മുന്നിൽ ഇപ്പോൾ ഈ സമയത്ത് ക്യൂ ആയിരിക്കും. ഇവിടെ നമ്മൾ അങ്ങനെയൊന്നുമില്ല. നമ്മൾ കാലത്ത് തന്നെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുടിയിൽ 6 ഓട് പോയിട്ടുണ്ടല്ലോ. അത് നാളെ വെയിൽ കണ്ടിട്ട് ആകാശം കണ്ടു പട്ട എന്ന് പറഞ്ഞ് കണ്ട ഇത് മാറ്റാൻ പോകുന്നുണ്ടല്ലോ ആദ്യത്തെ പണി. അപ്പോൾ ആളുകൾ ചോദിക്കും ഇത് ഇതുവരെ മാറ്റിയില്ലേ ചോദിക്കും. ഏതിൽ പറയില്ലേ ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ. ഓട് സാധാരണ മോളിനാണ് എടുത്ത് മാറ്റാം. അങ്ങനെ ഇനിയിപ്പോൾ ആ സാധനം കൊണ്ടേക്കണ അല്ല ആഡർ കൊണ്ടേക്കായിരുന്നു നല്ലത് അല്ലേ. ഇത് ഇങ്ങോട്ട് വന്നേ ചെറുത്. ഇപ്പം നമ്മൾ ഈ ഓട് കേട്ടോ അതിങ്ങനെ പൊട്ടിക്കുന്നു. ഇപ്പം നമ്മളിത് പണം തൊട്ടിപ്പോൾ എത്ര കൊല്ലമായി ചെറുത്? 4-5 കൊല്ലം പറയില്ലേ. ഇങ്ങനൊരു ഓട് പൊട്ടൽ സംഭവം ആദ്യമായിട്ടാണ്. എന്നാ പൊട്ടിയോട് ഇതിന് പാമ്പിന് നോക്കാം. ഇവിടെ വരുമ്പോൾ അങ്ങോട്ട് നോക്കാനായിട്ടുള്ളൊരു ഇത് വരും. അതേ, അയ്യോ പാമ്പുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചത്ത കോഴീനെ അതിലേക്ക് ഇട്ട് കൊടുത്താലോ. അപ്പോൾ പാമ്പ് വരുന്ന നമുക്കറിയാലോ. പാമ്പ് തൊട്ടയിലില്ലെങ്കിൽ ആ കോഴി ചീഞ്ഞ പോണ വരാൻ മണം സഹിച്ച് നമ്മളിവിടെ ഇരിക്കേണ്ടി വരും. ഇനിയിപ്പോൾ അഥവാ പാമ്പ് വയറ് നിറഞ്ഞിട്ടായിരിക്കണമെന്ന് വെച്ചെങ്കിൽ പാമ്പ് അത് തിന്നാൻ വരില്ലേ. അപ്പോഴോ അപ്പോൾ വേണ്ട. അല്ല വേണമെങ്കിൽ അപ്പോൾ അത് വീഡിയോ എടുക്കാമെന്ന് നമുക്കിങ്ങനെ. അപ്പോൾ പാമ്പ് എടുത്താരോ അവർക്ക് വിളിച്ച് പറയാലോ. അപ്പം എന്നെ കയ്യോടെ എന്തുട്ട് പാമ്പ് പാമ്പ് ഇവിടെ ഉണ്ടെന്ന് പറയാലോ. അല്ല പാമ്പ് വന്നില്ലെങ്കിലോ വന്നില്ലെങ്കിൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലേ. സരിത ഓടെടുത്താടി. ഓടുക ഇതേ 6 ഓട് കൊണ്ടെന്ന് വെച്ചോ. ഓടെടുത്താ ഞാൻ ഓടെടുത്ത് തരാൻ നിന്നെ വിളിച്ചേ. അതെ, ആദ്യം ഇട്ടാന്നുകൊണ്ട് ഈ പുളി ഇത്ര അധികം ഉണ്ടാവണേ. ഇതിൽ വളരെ സ്ഥലമില്ലാണ്ട് ഇത് കുറെ കൊഴിഞ്ഞു. ചെറുതുകൾ നിറച്ച് ഇരുമ്പും പൊടിയുണ്ട് വൈനുണ്ടാക്കാം. അയ്യേ വേണ്ട വേണ്ട. ഈ ഓട് അതിൻ്റെ ഓട് തന്നെയാണെന്ന് എനിക്കറിയില്ല ചേട്ടാ. അച്ഛൻ നന്നായിട്ട് ഓടുമായിരിക്കും. നമ്മുടെ കണ്ണിൽ കറക്റ്റ് പോയി താങ്ങി. ഈ ഓട് ഗാഡി കറക്റ്റാണേ. കറക്റ്റായി കണ്ണിൽ കറക്റ്റ് പോയി. നമ്മൾ എടുക്ക് അടുത്തോട് എടുക്ക്. അല്ല കറണ്ട് പോയി അത് കറണ്ട് പോലും വരലൊക്കെ അതൊന്നും അതല്ല. പണ്ട് കാലത്ത് ഓട് വീടുകളിൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രങ്ങൾ വീട്ടിൽ കുറച്ചെണ്ണം അമ്മമാരെടുത്ത് വയ്ക്കും. അമ്മമാരല്ല എല്ലാവരും അല്ലേ. ചോർച്ച ഓട് മേയാൻ ഒരു വശം വേണം. പല ഓടുകളും പല അളവായിരിക്കേ. ഇപ്പുറത്തുനിന്നാണോ അങ്ങോട്ടാണോ മേഞ്ഞു പോകേണ്ടത്? ഇവിടെ നിന്നാണ് മേഞ്ഞു പോകേണ്ടത്. പിന്നെ ചേട്ടനല്ല ഓപ്പോസിറ്റ് അല്ലേ ചെയ്യും. അല്ല അതിപ്പോൾ ഞാനിപ്പോൾ എളുപ്പത്തിന് അവിടെ നിന്നാണ് വെച്ച് പോയി. ക്ഷമിക്ക്. എളുപ്പത്തിനാ? അല്ല ഞാനങ്ങനെ വലതുവശമാണല്ലോ. ഞാൻ വലം കയ്യിലാണല്ലോ. അത് വെച്ച് കഴിഞ്ഞു കഴുത്ത് കറച്ചു കഴിഞ്ഞു. മുകളിലേക്ക് എത്തില്ലെങ്കിൽ ആർഡർ എടുക്കേണ്ടത്. ഈ സൈഡിൽ നിന്നാണ് മേഞ്ഞ് പോകേണ്ടത്. സൈഡിലെ അങ്ങനെയല്ല തിരിച്ചു മറിച്ച്. അയ്യോ കണ്ണ് പുളിച്ചു. കണ്ണിൽ മുഴുവൻ കരരാ. കരട് ശരിയാക്കിയിട്ട് വെക്കാം. അത് കഴിഞ്ഞു. ഇവിടുത്തെ ലാസ്റ്റോട് വയ്ക്കാൻ പോകുന്നു. കഴുത്ത് കറച്ചു. മുകളിലേക്ക് നോക്കി കുറച്ച് സമയം അടിയിലേക്ക് നോക്കി നിൽക്ക്. തല തിരിയും. ഓട് പല അളവാ. വീണിട്ടില്ല അല്ലേ ഗാഡിയിലേക്ക് വേണ്ടില്ല. പക്ഷെ എനിക്ക് എത്താത്ത കാരണം അത് കൊണ്ടുവച്ചെങ്കിലേ ഇവിടെയൊക്കെ കറണ്ടുകൾ വീണിട്ടുണ്ട് കണ്ണിൻ്റെ കൂടെ. ആ ലാഡർ കൊണ്ടെന്ന് വെച്ചെങ്കിൽ എത്ര സുഖമായിട്ട് ചേട്ടൻ നിന്നിട്ട് ചെയ്യായിരുന്നു. ഇങ്ങനെ എത്തിക്കാൻ നിൽക്കണ്ടായിരുന്നല്ലോ. ലാഡർ എടുക്കാം. അതെ. അല്ല ഒരെന്താ അവിടുത്തെ മാറ്റണം. അത് ഉയരത്താ. ഇത് മാറ്റണ്ട. അപ്പോൾ പിന്നെ ഇല്ലാണ്ട് അത് മാറ്റണം. മുല്ല ഷബീർ അല്ലേ പറഞ്ഞേ.
കുറച്ചാളത്തേക്ക് കുടിലേക്ക് പാചകം കീചകം ഒന്നും വേണ്ട. അതെ. പാമ്പിനെ പിടിക്കുന്നവരായിരുന്നു പറഞ്ഞു. പാമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാലോ. നമുക്ക് എങ്ങനെ അറിയാ? പാമ്പിനെ ഇത്ര കാണാലോ. നാള് അവിടെ ഉണ്ടായിട്ട് അറിഞ്ഞില്ലല്ലോ, ഈ പറമ്പിലുണ്ടായിട്ട്. അല്ല, ഇതെന്നിട്ട് കുഴപ്പമൊന്നും അറിയില്ല. വലിപ്പം കൂടി ഓടാൻ സരിതാ. ഇതാണ് ഗാഡി ഇപ്പൊ വെച്ചോട്. ഇത് ഈ കുടില് മേഞ്ഞിട്ട് ബാക്കി വന്ന് ഓട് കൊണ്ടുവച്ചതാണ്. അത് ആ അവിടുത്തെ കൂടാരത്തിന്റെ. കൂടാരത്തിന് ഇതിലിപ്പോ ഇതിലോടില്ല ബാക്കി. അപ്പൊ എന്തൊരു ചെയ്യാ? ഇല്ല, ഇനിയിപ്പോ ഈ ഓടെങ്കിലും നോട്ടാ. ഇതിപ്പോ ലീക്ക് വരില്ല. കുഴപ്പമില്ല, മഴ പെയ്തിടയ്ക്ക് ഓരോ തുള്ളി വെള്ളം. എന്തായാലും കാറ്റടിയിലൊക്കെ ഇതിന്റെ ഉള്ളിൽ നിറച്ച് വെള്ളം ഉണ്ടാവും. ഇല്ല, ഈ അളവുള്ള ഓടില്ല. അത് പല ഓടുകൾക്കും പല കമ്പനികൾ ഇറക്കുന്നത് ഓട് പല അളവുകളായിരിക്കേ. ചെവിയിലും പോയാ കരട്. സ്വാഭാവികം. ഇത് ഈ ഒരു ഓട് പൊട്ടിയിട്ടുണ്ട് ഇവിടെ. കണ്ട, ഇവിടെ പണ്ട് ഓട് പൊട്ടിയിട്ടുള്ളതാ. ഇനിയും കൊറേ പട്ടകള് ആ തെങ്ങുമെന്ന് വീഴാണ്ട് കേട്ടാ. ഇനിയാ ഈ ഓടിൻ്റെ അളവും മറ്റേ ഓടിൻ്റെ അളവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഓടുകളൊക്കെ ക്രമേണ പഴയ ഓടുകളൊക്കെ കിട്ടുന്നതിൻ്റെ കാലമൊക്കെ കഴിയില്ല. കുറച്ച് എല്ലാം കഴിഞ്ഞാൽ എന്നാ പിടിച്ചേ. കടാ, ഈ ഓടിൻ്റെ വലിപ്പം ആ ഓടിൻ്റെ ആ പുതിയ ഓട് എടുത്ത് വന്നേ. ആ ഓട് എടുത്ത് വന്നേ. അല്ല, അളവ് നോക്കിയേക്കണേ. കടാ, ഇത് വലിപ്പം കുറവാ. ഇത് വീതി കൂടുതലായിരിക്കും. നോക്കിയേ, ഒരു പൊടിക്ക് വീതി കൂടുതലേ. ആ വീതിയാണ് ഇതിൽ ബുദ്ധിമുട്ടായി വരുന്നത്. ശരിക്ക് ഗാഡിയിൽ വിടാത്തതേ. ചോർച്ചിട്ടുണ്ടെങ്കിൽ പാള വയ്ക്കുക. പാളയുടെ പീസുകളില്ലേ, ഓല വെക്കും. ഇത് കണ്ട കട. അയ്യോ, കണ്ണില് കറണ്ട് പോയി. ഓലയില്ലേ, ഓല കറണ്ട് പോയിതാ കണ്ണില്. പണ്ട് മഴക്കാലമായി കഴിഞ്ഞാൽ വലിയൊരു തോട്ടി പോലത്തെ വടിയും കൊറേ ഓല വെട്ടിയത് കൊണ്ട് അച്ഛനമ്മി നടക്കും കുത്താനായിട്ടല്ലേ. വടി കൊണ്ട് ഇങ്ങനെ ചിലതൊക്കെ അതിന് കുത്തുമ്പോ ശരിയാവും ചോരനോടത്ത്. ചിലത് അത് കുത്തിയിട്ട് ആ നിന്ന് കഴിഞ്ഞുള്ള മാനസികമായിട്ടുള്ള ഒരു സന്തോഷല്ലേ. മിക്കവാറും എല്ലാ രണ്ടോടുകളുടെയും ഇടയിലിടയില് ഓല വെച്ചിട്ടുണ്ടാവും. നല്ല വീതിയുള്ള ഓല ഇങ്ങനെ ഇങ്ങനെ കയറ്റി ഇങ്ങനെ വെക്കും. ഒരു കോണിയും ഇതും കൈ പിടിച്ച് ഇങ്ങനെ നടക്കും മഴ പെയ്യുമ്പോൾ. രാത്രി സമയമായിരിക്കും മിക്കവാറും. പകല് നമ്മളങ്ങനെ ചെയ്യില്ല. പകല് ബാക്കിയുള്ളവരും കുത്താനുണ്ടാവും. രാത്രിയിൽ ആരും അച്ഛനമ്മമാരെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കില്ലല്ലോ വൈകുന്നേരം. അല്ല, രാത്രിയാണ് അച്ഛൻ ഉണ്ടാവുക വീട്ടില്. അപ്പോൾ രാത്രി മഴ പെയ്യുമ്പോഴാണ് ചെയ്യാൻ പറ്റുള്ളൂ. അമ്മേനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ലേ. ഇന്ന് ഇവിടെ കഞ്ഞി വെക്കണം കേട്ടോ ഞങ്ങൾ. ഇതിൻ്റെ ഇടയിൽ പാമ്പൂന് വന്നിരിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ സാധനമില്ലേ, ഇതിൻ്റെ ഉള്ളിൽ പാമ്പൂന് വന്നിരിക്കാൻ. അടുപ്പിൽ വന്നിരിക്കുന്നോന്നുള്ളേ. അടുപ്പിൽ ചൂടല്ലേ. ഇപ്പൊ പിന്നെ എല്ലാവരും അടുപ്പിലേക്ക് ഉപയോഗിച്ചു തുടങ്ങി. വിറകടുപ്പുകള്. ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ബുക്കിംഗ് എടുക്കണില്ല. അല്ല, ബുക്ക് ചെയ്തിട്ടല്ല, ബുക്കിംഗ് എടുക്കണില്ല. അരി തിളച്ചു, അതിൻ്റെ മുകളിൽ വെള്ളം വെച്ചു കൂട്ടാ. നമ്മൾ മിഞ്ഞാന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്ന കോവയ്ക്കുണ്ടല്ലോ, അത് പകുതി ഇന്നലെ രാവിലെ ഈ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഞാൻ അരിയാൻ പോയി. ചേട്ടനും തൊട്ടാ ഇത് ഇടണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇടിയൻ ചക്ക. രാമ ചക്ക ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇടിയൻ ചക്ക രാമ വിചാരിച്ചു അതാ കൂട്ടാൻ വെച്ചോട്ടെ. ഉച്ചയ്ക്ക് ഇടിയൻ ചക്കയും തൈരൊക്കെ ആക്കാന്ന് വിചാരിച്ചു. അല്ല, ഈ കോണിക്കിൻ്റെ ആവശ്യമില്ലല്ലോ. അതായത് ഇവിടെ ചക്കകളുണ്ട് കണ്ട. അതെങ്കിൽ ഇതുമൂന്നാട് പറഞ്ഞാണ്ട് മുറിക്കുക. വലുതായി കൊണ്ടിരിക്കണല്ലോ എല്ലാവരും. വശം മുളഞ്ഞി പോയിട്ട് മതി ചേട്ടാ. പോയി ഇനി ഇത് നടുവാക്കണം. നടുമുറിച്ചാൽ മുളഞ്ഞിയും വരില്ല. ഇടിയൻ ചക്കി നടു നമുക്ക് നമ്മുടെ ഇടിയൻ ചക്കിക്ക് എനിക്ക് തോന്നതേ ഇടിയൻ ചക്കിയില്ലേ സരിതാ, മുറിക്കാൻ ബുദ്ധിമുട്ടും തോറേ ആ ഇടിയൻ ചക്കിക്ക് ടേസ്റ്റ് കൂടുതലാണെന്ന് എനിക്ക് ഒരനുഭവം. കണ്ടോ, അത് നമ്മുടെ ഇടിയൻ ചക്ക മുറിക്കാനും അതിൻ്റെ തോല് കളയാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലത് ഇങ്ങനെ തൊട്ട് കൊടുക്കാൻ വേണ്ട. വിയറ്റ്നാമേരിലൊക്കെ ഇങ്ങനെ തൊട്ട് കൊടുക്കാൻ വേണ്ട. ചെറിയ ഇടിയൻ ചക്കയുടെ പൊട്ടിച്ചോണ്ടത്. നമ്മുടെ വീട്ടിലേക്ക് പണ്ടേ ഇടിയൻ ചക്ക അമ്മ കൂട്ടാൻ വയ്ക്കുമ്പോൾ 3 മിനിമം വേണം. 3 ഇടിയൻ ചക്ക മിനിമം കൂട്ടാൻ വയ്ക്കും. എല്ലാവർക്കും ഇത്തിരിയെങ്കിലും കിട്ടുള്ളൂ അല്ലേ? തയ്ക്കുള്ളൂ. അത് ഇടിയൻ ചക്ക
പണ്ട് ഈ ചക്ക പ്ലാവ് കരാറെടുക്കുമല്ലോ. കരാറെന്ന് പറഞ്ഞാൽ വേറെ പറമ്പുകൾ, നമ്മുടെ വീട്ടിൽ അങ്ങനെ പ്ലാവില്ല. വേറെ പറമ്പിൽ ചക്ക ആവശ്യമില്ലാത്തവരെ പ്ലാവ് കരാറെടുക്കുക എന്ന് പറയും. കരാറെടുക്കുമ്പോൾ അതിൽ ഇടിയൻ ചക്കകളുണ്ടാവും. കരാറെടുക്കുന്ന ചക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ഒരു പ്ലാവിനെ ആ വീട്ടുകാരെ ഇന്ന് ഇത്ര കാശ് കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പ്ലാവിലത്തെ ചക്ക നമ്മൾ തൊടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷകാലല്ലേ, വർഷകാല ആ കാലഘട്ടം ആ സമയമാകുമ്പോൾ ഇതുമ്പോൾ ചക്ക നിറയും. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ആ ഭക്ഷണകാലത്തെ പഷ്ണികാലല്ലേ, കർക്കിടക മാസം, ആ മാസത്തേക്ക് ഇഷ്ടം പോലെ കൂട്ടാൻ വയ്ക്കാൻ കിട്ടും. അതിന് പരിപാടി. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടിയൻ ചക്ക ഒന്ന് ഇടാനായിട്ട് സമ്മതിക്കില്ല. ഇടിയൻ ചക്കയൊക്കെ വലുതായി വരില്ലോ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂട്ട ചക്കകളില്ലേ, വലിയ ഇങ്ങനെ കൊലയായിട്ട് ചക്കകൾ ഉണ്ടാവില്ല, അതിൻ്റെ ഇടയിൽ ഞെങ്ങിയിട്ട് കുഞ്ഞിതുകൾ നിൽക്കും. അവർ ഒരു കാലത്തും വലുതാവില്ല. അങ്ങനെയുള്ള ചക്കകളാണ് അമ്മ ഇടാൻ സമ്മതിക്കുള്ളൂ. ബാക്കിയുള്ളത് അമ്മ തൊടിപ്പിക്കില്ലേ. അല്ല ആരും. അതായത് ഇടിയൻ ചക്കയൊക്കെ കൂട്ടാൻ വയ്ക്കുന്നത് അപൂർവമായിരുന്നു. എല്ലാവരും ചക്ക വലുതാവാൻ കാത്തിരുന്നത്. വർഷകാലമാകുമ്പോൾ ചക്ക ഇതേപോലത്തെ ഒരു ഉന്തുവണ്ടിയുണ്ട് കൊല്ലാമ്പേർക്ക്. ആ ഉന്തുവണ്ടിയിൽ ഒരു 10-15 ചക്കിയിട്ടിട്ട് ഉന്തി കൊണ്ടുവരും. ആ വണ്ടിയുടെ ചക്രല്ലേ, ഇരുമ്പിൻ്റെ ചക്ര. ഈ ഒരു ഈ കാളവണ്ടിയുടെ ചക്രത്തിൻ്റെ ചുറ്റൊരു പട്ട വയ്ക്കും, ഇരുമ്പിൻ്റെ പട്ട വയ്ക്കും. ചക്രം മരത്തിൻ്റെ ചക്രമാണല്ലോ. കാളവണ്ടിയുടെ ചക്രം ഇങ്ങനെ വണ്ടൻ അത് ചക്രം, അതിൻ്റെ മുകളിലോട്ടൊരു പട്ട എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ ഒരു പട്ട, ഇത്രയ്ക്ക് വീതിയിലുള്ള പട്ട വെച്ചിട്ട് ആനയടിച്ച് അത് ഉറപ്പിക്കും. അപ്പോൾ ഈ ചക്രം തേയില്ല, മരത്തിൻ്റെ ചക്രം തേയില്ല. കര ഒരു കാളവണ്ടി പടവരാടുന്ന് വരുന്നെങ്കിൽ ടാറിടാത്ത റോഡല്ല, കല്ലും ഇതൊക്കെ ഇല്ല, അതിൻ്റെ ശബ്ദം നമുക്ക് വളരെ അകലെന്ന് കേൾക്കാം. അപ്പോൾ ഈ വണ്ടിയുടെ ചക്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ പട്ട മാത്രമാണ്, ഇത്തിരി കനം കൂടുതലുണ്ട്. ഈ സാധനം ഈ വണ്ടി ഉന്തി വരുന്നെങ്കിൽ, അതായത് ചക്കിയിട്ട് വരുന്നെങ്കിൽ അതിൻ്റെ ശബ്ദം ഇവിടേക്ക് കേൾക്കാം. എവിടുന്ന് ആ അഞ്ചേരി ഈ ക്രിസ്തവൻ്റെ അവിടെ അല്ല, ആ ഈ സംഘത്തിൻ്റെ അവിടെ നിന്ന് ഇത് കേൾക്കാം. അപ്പോൾ ആളുകൾ പറയും, ദേ താമരശ്ശേരിക്കാർ ചക്കിയിട്ടിട്ട് വരുന്നു എന്ന് പറയും. അതുപോലെ അതിലാണ് നെല്ല് കുത്തിക്കാൻ കൊണ്ടുപോകുക. നെല്ല് കുത്തിക്കാൻ, അതായത് നമ്മൾ കൃഷി സ്ഥലത്തെ പുഴുങ്ങിയിട്ട്, ഇവിടുന്ന് പറയട്ടെ, കൃഷി സ്ഥലത്ത് പുഴുങ്ങിയിട്ട് കുത്തിക്കാൻ കൊണ്ടുപോകും. അമ്മ ചെമ്പിൽ പുഴുങ്ങും, പിന്നെ അത് ഉണക്കി ഇതായിട്ട് കുത്തിക്കാൻ കൊണ്ടുപോകുമ്പോൾ അതിലൊരു 10-15 പറ, അല്ലെങ്കിൽ നമുക്ക് സൈക്കിളിൽ കൊണ്ടുപോകാണെങ്കിൽ ഒരു 4 പറ നെല്ല് സൈക്കിളിൻ്റെ കാരിയറിൽ വെച്ചിട്ട് നമുക്ക് ചവിട്ടി കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിലാകുമ്പോൾ ഒറ്റയടിക്ക് ഒരു 10-15 പറ നെല്ല് ഉണങ്ങിയത് കൊണ്ടുപോയി നെല്ലുകുത്ത് കമ്പനിയിൽ കൊണ്ടുപോയിട്ട് കുത്തിക്കാം. കമ്പനി പിടിക്കലാണ് നെല്ലുകുത്ത് കമ്പനി ഇട്ടാ. അതങ്ങനെ നെല്ലുകുത്ത് കമ്പനി അവിടെ ഒരാളുണ്ടായിരുന്നു കേട്ടോ പണ്ട്. ഇവിടെ നിന്നല്ല, ആൾക്ക് മരിച്ചു. പക്ഷെ അവിടെ വരെ ഉന്തി കൊണ്ടുപോകണം. ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് ഉന്തി കൊണ്ടുപോകും. അതിന് നമുക്ക് ഹെൽപ്പേഴ്സ് കുറേ പേരുണ്ട്. ഈ ജോവിൻ്റെ അച്ഛൻ, ജോയി, ലിൻ്റെ അപ്പൻ, അങ്ങനെ കുറേ പേരുണ്ട് നമുക്ക്. നമ്മളാണ് മെയിൻ നെല്ലുകുത്ത് സ്ഥിരം വേട്ടമൃഗം എന്ന് പറയില്ലേ, നെല്ലുകുത്താൻ കൊണ്ടുപോകുന്ന ആളിട്ടാ. അങ്ങനെ കുറേ ഒരിക്കൽ നമ്മൾ 1997 ടാറ്റ സുമ എന്ന് പറഞ്ഞൊരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സുമ വണ്ടി വാങ്ങിച്ചപ്പോൾ പിന്നെ ഒരു തവണ നെല്ല് കുത്തിയാൻ കൊണ്ടുപോയത് ആ സുമ വരെ ഇതിൽ ബാക്കിലിട്ടിട്ടാണ് കൊണ്ടുപോയത്. നെല്ല് കുത്തിക്കാനുണ്ടായിരുന്നു, പിന്നെ അരി പൊടിപ്പിക്കാനുണ്ടായിരുന്നു, അവിടെ എല്ലാണ്ട് പൊടിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെള്ളടിക്കാരനായി മാറി. ഏത് നെല്ലുകുത്തന ആള്. നെല്ലുകുത്തിന ആള് സംസാരിക്കാത്ത ആളാ. അവിടെ ഈ കൂലിക്ക് നിൽക്കുന്ന ആള്, പണിക്കാരൻ ഉടമസ്ഥൻ കുടിയൻ, പണിക്കാരൻ സംസാരിക്കാറില്ല. അങ്ങനെ ഞാനേ ഇയാളാണെങ്കിൽ കാലത്ത് തൊട്ടിട്ട് കുടി തുടങ്ങും. കാലത്ത് കുടി തുടങ്ങിയിട്ട് അവിടെ ഹൈവേയിൽ വണ്ടികളിൽ നോക്കി ഇങ്ങോട്ട് നിൽക്കും. ഞാൻ ഒരു ദിവസം ഉച്ചരിഞ്ഞ് ഞാൻ ചരിത്രം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടാ ഇല്ല, ഞാൻ നെല്ല് കുത്തിയാൻ കൊണ്ട് പോയിട്ട് നെല്ല് അവിടെ ഇട്ടു. നെല്ല് അവിടെ ഇട്ടപ്പോൾ ഇയാളെൻ്റെ അടുത്തേക്ക് വന്നു. ഇയാൾ നമ്മുടെ ചെറുപ്പം തൊട്ടുള്ള പരിചയക്കാരനാണ് കേട്ടോ. മുതലാളി വന്നിട്ട് പറഞ്ഞു, ഇതാ എന്നെ ഒല്ലൂർ വരെ കൊണ്ടുവന്നാക്കിയെന്ന് പറഞ്ഞു. ഒല്ലൂർ എന്ന് പറഞ്ഞാൽ ബാറിന് കേട്ടോ, ബാറിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ടാറ്റ സുമൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. നീ എന്നെ കൊണ്ടുപോകണം, നീ എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ
ഇവിടുന്ന് അരിയിലൊരു മണി നീ വീട്ടിൽ കൊണ്ടുപോയില്ല, നീ കഞ്ഞി വയ്ക്കില്ല, നീ എന്നെ ആദ്യം കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടാ. ആള് ഫിറ്റ്, ആള് അപ്പോഴും ഫിറ്റാണ്, കുറച്ച് ഫിറ്റ് ഉണ്ട് കേട്ടാ, ഫുൾ ഫിറ്റ് ആയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് വണ്ടി അങ്ങോട്ട് ഓടണമെങ്കിൽ ഡീസൽ അടിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് നെല്ലൂതിനെ കാശ് ഞാൻ തരില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ കൊണ്ടുവന്നാക്കിയെന്ന് പറഞ്ഞു. അത് പറ്റില്ല, അതും ഇവിടെ കഞ്ഞീന്, അതും ഇവിടെ കഞ്ഞീന്, ആ കഞ്ഞീമ തൊട്ടുള്ള കളി നീ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തർക്കം തുടങ്ങിയിട്ട് ഇയാള് നമ്മുടെ മെക്കട്ടയ്ക്ക് എടുത്ത് തുടങ്ങിയ പോലെ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ സാധനത്തിനെ കൊണ്ടുപോകാന്ന് ചോദിച്ചു. ആളുകൾ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ആള് വണ്ടിയുടെ മുന്നിൽ കയറിയിരുന്നു, ഞാൻ വണ്ടി ഓടിപ്പിച്ചു. അപ്പൊ വണ്ടി ഗ്ലാസ് തുറന്നിട്ടുണ്ട് കേട്ടാ, AC ഒന്നും ഇല്ല ടാറ്റ സുമിക്ക്. അവിടുന്ന് തുടങ്ങിയില്ലാണ്, അതായത് വണ്ടിയിൽ കയറി തുടങ്ങി, വണ്ടി നീങ്ങി തുടങ്ങിയ വഴിക്ക് പിന്നെ ആള് വണ്ടിയിൽ തെറിയുടെ പൂരം. എന്നല്ല, ഈ വഴി കൂടെ പോണ ആളുകളെ ഒക്കെ തെറിയുടെ പൂരം. ഒല്ലൂര് സെന്റർ ഞാനേ പറഞ്ഞു, ഞാൻ തിരിച്ചു പറഞ്ഞു ഒറ്റ ചവിട്ടാന്ന് അപ്പാനെ കുറ്റി കുളത്തിലേക്ക് പൂട്ടാന്ന് പറഞ്ഞു. എനിക്ക് ഓടിക്കാൻ, കാരണം ആളുകൾ വിചാരിക്കില്ലേ, ആളുകൾക്ക് അറിയില്ലല്ലോ ഇങ്ങനെ ഒരാളാണ് ഈ വണ്ടിയിൽ ഇരിക്കണെന്ന്. ആൾക്കാർ വിചാരിക്കും ഈ വണ്ടിയുടെ ഉടമസ്ഥന ചിലപ്പോ വണ്ടിയിലെ കല്ലെറിയ വല്ലതും ചെയ്യും. നടന്നു പോണവരും ബൈക്കും പോണവരും ബസ്സിലുള്ളവരും ഒക്കെ തെറി പറയാ. റോഡിലൂടാണോടാ സൈക്കിൾ ഓടിക്കണം. ആ ഒല്ലൂര് സെന്ററിലെത്തി ഇപ്പൊ ഒരു പോലീസുകാരനോട് എന്തുകൊണ്ട് പറഞ്ഞു അയാളെ, അയാൾക്ക് പിന്നെ ഇങ്ങനെ കണ്ട് എന്നിട്ട് ഞാൻ സാധനത്തിന് അവിടെ ഇറക്കി വിട്ടു. ഇറക്കിയിട്ട് പറയാ നീ എന്നെ കൊണ്ടുവരാമെന്നുള്ളോട്ടാന്ന്. ഞാൻ ഒരു അരമണിക്കൂർ കഴിയുമ്പോ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങും, ഞാൻ ഭവാന്റെ മുന്നിൽ ഭവാന്റെ മുന്നിൽ നിൽക്കും, നീ വന്നോട്ടാ എന്ന് പറഞ്ഞു. ഞാനപ്പോൾ തെറി പറഞ്ഞിട്ട്, ഞാൻ മനസ്സിൽ തെറി പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. അത് കഴിഞ്ഞു ഞാൻ അവിടെ വന്നിട്ടേ, ഇവിടെ വന്നിട്ട് സജീവിനോട് പറഞ്ഞു ഓ അയാളെൻ്റെ വണ്ടിയിൽ കയറി കൊണ്ടുപോയി. ഇപ്പൊ സജീവൻ പറയാ നിനക്ക് നല്ല പറ്റി, നീക്ക വണ്ടിയിലാന്ന് വിചാരിക്കുക. ഒരു ദിവസം സജീവന്റെ ബൈക്കിന്റെ പിന്നില് ഇയാൾ കയറിയിരുന്നു, പിന്നിലിരുന്നിട്ട് എല്ലാവരും തെറി. ആളുകൾ എന്തിനു വിചാരിക്കുക സജീവന്റെ കൂട്ടുകാരനല്ലേ. ഇയാളെ ഇറക്കി വിടാൻ ഭയങ്കര പാടാ. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ വണ്ടിയും കൊണ്ടുപോയിട്ടില്ല, ഒന്നും കൊണ്ടുപോയിട്ടില്ല. പിന്നെ സൈക്കിൾ മല എല്ലാം തീ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു തമാശ. ആളൊക്കെ മരിച്ചിട്ട് കൊല്ലം കുറേ, എനിക്ക് ചിരിച്ച് കുടിച്ച് മരിച്ചു. എനിക്ക് ആ രംഗം അന്നാലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇയാളെ തല്ലി കൊല്ലാൻ തോന്നും. കാരണം എന്തൊരു അക്രമ പറയണത് ആലോചിച്ചൊക്കെ മനസ്സിലായ. അങ്ങനെ ഈ വണ്ടിയിൽ നിന്നിട്ട് തെറി പറയായിരുന്നിട്ട് അല്ലെങ്കിൽ ആളപ്പം ഇങ്ങനെ കുടിക്കാൻ പോവാ നടന്നു പോവും, നടന്ന് ആരെങ്കിലും വണ്ടിയിലൊക്കെ പോവും. ഒരു വട്ടം കയറ്റി പിന്നെ കയറ്റില്ലേ, ഒരു വട്ടം കയറ്റി നമുക്ക് പലർക്ക് അബദ്ധം പറ്റി. അങ്ങനത്തെ തമാശ ഇപ്പോഴും നല്ലടാ. എത്ര കൊല്ലായി? 1036 97 എന്ന് പറയുമ്പോ എത്ര കൊല്ലായി? 26ഉം 3ഉം 29 കൊല്ലം മുമ്പുള്ള കാര്യം പറയുന്നത്. അങ്ങനെ പരവല്ലത്. ആളുടെ വീട് എവിടെയപ്പോ? ആളെ വീട് അതന്നെ, അവിടെ തന്നെ. അതെ ധരിക്കുന്നു കേട്ടോ നമ്മള്. കുക്കറിൽ വേവിക്കണ? ഇതിൽ വേവിച്ചാൽ മതി. ഇനി കുക്കറൊന്നും വേണ്ടതിനാ ഗ്യാസ് കളയുന്നത്. ഗ്യാസ് ലാഭിക്കുക, നമുക്ക് വിറക് ഇഷ്ടം പോയില്ലേ, പിന്നെ എന്തിനാണ് ഗ്യാസിൽ കത്തിക്കുന്നത്? ഗ്യാസ് ബുക്കിംഗ് എടുക്കണില്ല അല്ലേ? ബുക്കിംഗ് എടുക്കണില്ല, അത് ഫോണില്ല. ഞാൻ നല്ല ബുക്ക് ചെയ്ത് കഴിഞ്ഞ് 25 ദിവസം കഴിയുമ്പോ കിട്ടുന്ന പറയണേ. ബുക്കിംഗ് എടുത്തില്ലേ പിന്നെ കൊടുക്കാണ്ട് കഴിഞ്ഞില്ലേ, അതോ ബുക്കിംഗ് എടുക്കാത്ത അടുപ്പില്ലാത്തവരും എന്തൊരു ചെയ്യാല്ലേ, ഫ്ലാറ്റുകളിലുള്ളവരും അവർക്കൊക്കെ കിട്ടുമായിരിക്കും. കാറ്ററിംഗുകാർ തുന്തുരൊക്കെ നിർത്തി തുടങ്ങിയില്ല. അങ്ങനെ ഹോട്ടലുകാരൊക്കെ നിർത്തി, ചിലരൊക്കെ നിർത്തണമെന്ന് പറയുന്നത് ഗ്യാസ് കുറ്റി കിട്ടാതായിരുന്നു. അപ്പം എന്താ വെച്ചാൽ ഈ വീടുകളിലെ ആളുകൾ വിറക്. നെഹ്റു നഗറിലത്തെ ഒരു ചേച്ചി വത്സല പ്രഭാകരൻ എന്ന് പറഞ്ഞിട്ട്, ആ ചേച്ചി ഞാൻ പറഞ്ഞില്ലേ തുന്തുരുവിൻ്റെ അവിടെ നിന്ന് ഫോൺ നമ്പർ വാങ്ങിച്ചിട്ടാണ് എനിക്ക് വിളിച്ചിട്ട് കടയിലൊക്കെ വന്നിട്ട് നമ്മുടെ ഇവിടെ വന്നിട്ട് ഡ്രസ്സുകളൊക്കെ കുറെ എടുത്തിട്ടുണ്ടായിരുന്നു. ആളെനിക്ക് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, തുന്തുരുവിൻ്റെ അവിടെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് പിന്നെ ആള് പറഞ്ഞു അല്ല തുന്തുരുവിൻ്റെ നമ്പർ, തുന്തുരുവിനെ ഭയങ്കര ഇഷ്ടം ആൾക്ക്. തുന്തുരുവിൻ്റെ അടുത്ത് ഞാൻ തന്നെ വിളിച്ച് ചോദിച്ചോളാം, എന്താ വെച്ചാൽ ആളുടെ ഒരു ഔട്ട് ഹൗസ് വിറകും ഒക്കെ ഇട്ട് വെറുതെ ഇങ്ങനെ എടുക്കണ്ടെന്ന്, അവിടെ വേണമെങ്കിൽ അവന് ഗ്യാസ് ഇല്ലെങ്കിൽ ഒന്ന് പാചകം ചെയ്യാൻ പറ്റും ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഹോട്ടലുകാർക്ക് പറ്റിയത്. ഒരടുപ്പിൻ്റെ
അയ്യോ അതിനിപ്പോഴും വിളിക്കുന്നു ആളുകൾ. ആ ആളുകൾ ഇപ്പൊ അത് തുന്തുര അത് ചോദിച്ചിട്ട് വിളിച്ചേ. ആ അടുപ്പ് വെറുതെ കാണിച്ചു തരെങ്കിലും ചെയ്തു. അച്ഛൻ പറഞ്ഞു അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ഉണ്ടാക്കാന്ന്. അല്ല അങ്ങനത്തെ കുറെ പേര് ഇപ്പൊ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ആ ഇത് സാധനം കാഞ്ചീപുരത്തുനിന്ന്. ആ പച്ചവിറക് എന്തിട്ട് വേണമെങ്കിൽ ഇട്ട് കത്തിക്കാം. പിന്നെ നേരൊരു കറണ്ടും മതി. നേരി കറണ്ട് മതി, കാറ്റ് കിട്ടിയാൽ മതി. കാറ്റ് കിട്ടിയാൽ മതി അങ്ങനെ. പിന്നെ അത് ക്ലിക്കായി ആവും എന്തിട്ട് തേങ്ങനാവും അറിയുന്നത് അറിയില്ല. അവര് പിന്നെ വിളിച്ചിട്ട് എടുക്കണമൊന്നുമില്ല അടുപ്പിന്റെ ആൾക്കാര്. അരുതാ നമുക്ക് അവര് ഒരു അടുപ്പ് തന്നു ചെറുത്. അതാരോ കൊണ്ടുപോയി. ആ അടുപ്പ് മാളയുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അതുപോലത്തെ അടുപ്പ് പണിയെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി അവൻ 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നരാന്ന് പറഞ്ഞതാ. ഞാൻ വിളിച്ചിട്ട് എടുക്കണില്ല ഇതുവരെ കൊണ്ടുവന്നത്. അത് അച്ഛനെ കാണിച്ചു കൊടുത്തെങ്കിൽ അച്ഛനെ ഉണ്ടാക്കി കൊടുത്തേനെ ആളുകൾക്ക്. അങ്ങനത്തെ അതെങ്ങനെയാന്നൊന്ന് കണ്ടാ മതി എന്ന് പറഞ്ഞു അച്ഛനെ. ഇത് കഴുകണാ കഴുകാറൊന്നും ഇതൊന്നും വേണ്ട. എന്തിനാ കഴുകണേ? വേണ്ട വെറുതെ കഴുകാം. അരിത്തി വെള്ളം വറ്റി തുടങ്ങി കടാ. അച്ഛൻ പറയൂട്ടാ പണ്ടത്തെ കാര്യം. അമ്മാമ്മ ഇങ്ങനെ നടന്ന് സകല പ്ലാവും കരാറെടുക്കുന്നു. പിന്നെ പ്ലാവുമ്മ കയറലും ചക്കറക്കലും ഒക്കെ അച്ഛൻ്റെ പണിയാ. പിന്നെ പറമ്പുകള്, തെങ്ങും പറമ്പുകള്. എന്നിട്ട് അവിടെ നിന്ന് ഓലയും പട്ടയൊക്കെ വലിച്ചു കൊണ്ടിട്ട് അത് ഓല മെടഞ്ഞ് വിൽക്കല് അങ്ങനെയൊക്കെ. പണ്ടുള്ളവർക്ക് എല്ലാവർക്കും ഓരോ പണികളുണ്ട്. അമ്മമാര് അത് അമ്മമാരല്ല കുട്ടികൾക്കും എപ്പോഴാ ഏറ്റവും ദേഷ്യം വരാന്നറിയോ? എല്ലാവരും കളിക്കാനായിട്ട് പോകുമ്പോ നമ്മളൊക്കെ ഓരോ പണികൾ തല്ലേ. ആ സമയത്ത് വായിക്കോല് തുറൊക്കെ നമുക്ക് അതായത് നമുക്ക് പശുണ്ട്. നമ്മുടെ വായിക്കോലൊക്കെ നമുക്ക് വർഷകാലത്തേക്ക് സൂക്ഷിച്ചു കഴിഞ്ഞല്ല. അപ്പൊ തുറു എന്ന് പറയും, വലിയ തുറു. നടുവില് വലിയൊരു മുളരെ കാല് കുഴിച്ചിട്ടിട്ട് അതിന് ചുറ്റും വായിക്കോലുകൾ ചവിട്ടി വായിക്കോല് കഴിഞ്ഞിട്ട് ഉണക്കിയത് ചവിട്ടി അമർത്തി 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 മൂട് വരെയേക്കും. നല്ല ഹൈറ്റ് തുറു. എന്നിട്ട് അതിൽ നിന്ന് ഈ വർഷകാലത്ത് വലിച്ചെടുക്കലാണ്. അതിന് ഒരു മുകളിലൊരു കവറുണ്ട്, ഒരു പ്ലാസ്റ്റിക് കവറുണ്ട് മൂടും. മഴ പെയ്യുന്ന വെള്ളം നാശാൻ വേണ്ടി അല്ല, ഈ വൈക്കോൽ നാശാൻ വേണ്ടി തന്നെ. അറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. ആ വൈക്കോല് തുറു ചവിട്ടാനായിട്ട് ചില്ലറ പണിയില്ല. ആ സമയത്തൊക്കെ എല്ലാവരും കളിക്കാനായിട്ട് പോകുമ്പോ ഇവിടെ ഈ പണിയാണ്. ഞാനിത് അവിടെ കൊണ്ടുവയ്ക്കാൻ പോകും അടുക്കളയില്. അവിടെ വെക്ക്. അല്ല ഇവിടെ ഇത് വെക്കല്ലേ? ഇവിടെ വെക്കാൻ പോകും. ഇതിലേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ വെളിച്ചെണ്ണ. ഇപ്പൊ വെളിച്ചെണ്ണ ഉപ്പി മാത്രം കൂടെ ഉള്ളോ? പിന്നെ എല്ലാം കൊണ്ടുവന്നുണ്ടാ? ഇതില് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇനി വേപ്പിൻ്റെ ഇലയും ഇതും കൂടി ഇതിലിട്ടിട്ട് നല്ലോണം തിരുമ്പുക. എന്നിട്ട് അങ്ങോട്ട് അടുപ്പത്ത് വെക്കുക. ചെറിയ തീയിൽ കിടന്ന് ഇങ്ങനെ ഇത് കിടന്ന് മുരിഞ്ഞ് 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 ഭയങ്കര ടേസ്റ്റാണ് ഈ സാധനം കഴിക്കാൻ. നമ്മളാദ്യം ഉള്ളിയും എന്താ പറയുക ചുമന്നുള്ളിയും കുത്തിപ്പൊടി മുളകും ഒക്കെ മൂപ്പിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മൂപ്പിച്ച് അതിലിട്ടിട്ട് ഇങ്ങനെ ഉപ്പേരി കാച്ചി എടുക്കാറായിരുന്നു ചെയ്യാറ്, സാധാരണ കുത്തി കാച്ചണ പോലെ. പക്ഷെ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതെനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു തന്നെ ഇങ്ങനെ വെക്കാനായിട്ട്. അതിന് ശേഷം പിന്നെ ഇങ്ങനെ മാത്രമേ വെച്ചിട്ടുള്ളൂ അല്ലേ? മറ്റേത് ഇഷ്ടമില്ലാണ്ടായി. അമ്മയ്ക്ക് ആര് പറഞ്ഞു കൊടുത്തു? അമ്മയ്ക്ക് ആരാ പറഞ്ഞു കൊടുത്താൽ അതെനിക്കറിയില്ല. ആൻറ്റിയാന്നുണ്ട്. അപ്പം ഇത് ഞാൻ അവിടെ ഗ്യാസ് സ്റ്റൗ വയ്ക്കട്ടെ. കുറച്ച് സമയം വേണത്. ചെറിയ തീയിൽ കിടന്ന് ഇങ്ങനെ മുരിഞ്ഞ് മുരിഞ്ഞ് വരണം. നമുക്ക് ഇത് അടുപ്പത്ത് വയ്ക്കാം. സന്ധ്യ ബിജു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചെത്തി ഒന്ന് അടുത്തേക്ക് കാണിക്കാൻ. ഇതിൻ്റെ പൂവിൻ്റെ വലിപ്പം കണ്ട, ഇതിൻ്റെ ഭംഗി. നമ്മുടെ ഇടിയും ചക്കയിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. പിന്നെ ഉപ്പിടണം, ഇത്തിരി മഞ്ഞൾപ്പൊടി കേട്ടോ, ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. പിന്നെ വെള്ളം ഒഴിച്ച് പിടി തിളച്ച് നല്ല പോലെ തീരത്തുണ്ട് സരിത. ഇടിഞ്ചൊക്കെ തിളച്ച് തുടങ്ങി വേവിരിക്കാൻ തുടങ്ങി. വെന്തു ഊറ്റാം. ഞാനിവിടെ വെടുപ്പാകട്ടെ. ആ മലമ്പാമ്പ് കയറിപ്പോയ സ്ഥലം ഇവിടെ ബാക്കിലേ കുറേ ചെടികളും തേക്കിണ്ട്. വെടുപ്പാക്കി കഴിഞ്ഞാൽ ഇത് ഈ ചെടിയൊക്കെ വലിച്ചു കളയാലോ സരിത. ഇത്
കുഴപ്പമുണ്ടോ നിന്നോട് ചോദിച്ചിട്ടാ വലിച്ചു കളയണല്ലോ. അയ്യോ അപ്പൊ ഇത് ഇവിടത്തേക്ക് പോലിച്ചു കളഞ്ഞത് എന്നോട് ആ ചോദിച്ചിട്ടാണോ? ഇവിടെ വല്ല പാമ്പ് നിൽക്കണം ചോദിച്ചിട്ടാ. ഇത് കിട്ടില്ല, ഭയങ്കര വില, ഒരു രസമില്ലാത്ത സാധനം. വെട്ടിക്കളയല്ലേ എൻ്റെ അമ്മ, ഇത് പാറ പോലെയാ. അപ്പൊ വേറെ അവിടെ തന്നെ നിന്നോട്ടെ, ചിലപ്പോ ചെറുതായിട്ട് അതില് വരും, അപ്പൊ ഭംഗി ഉണ്ടാവും നിക്കണ കാണാൻ. മൂത്തു ഈ സാധനമാണ് കണ്ട. അടിയിലത്തെ ആ കല്ലുമ്മ വെട്ടോത്തീരെ വായ കൊണ്ട അത് നാശൗട്ട വെട്ടോത്തി. പിന്നെ ഒന്നാമത്തിൽ ഇത് വെട്ടാനുള്ളത് എല്ലാ സാധനം. മറ്റേ വെട്ടോത്തി എവിടെ? ആ വാള് പോലത്തെ സാധനം, മറ്റേ ഇരുമ്പിന്റെ വെട്ടോത്തിക്ക് പറമ്പിലാവൂലേ? വെട്ടണില്ല, ആ നല്ലത്. ആ വെട്ടേണ്ട ആവശ്യമില്ല, ഇങ്ങനെ മുറിച്ചാൽ മതി. അത് മതി, അതന്നെ. ഇവിടെ വെടുപ്പാക്കി വയ്ക്കാൻ വെച്ചു. നമ്മുടെ പാമ്പ് പിടുത്തക്കാര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നടക്കാൻ സൗകര്യം ഉണ്ടാക്കണല്ലോ, ഒക്കെ ഇവിടെ ക്ലീൻ ചെയ്യാൻ പോവുക. ആളുകള് ഈ കിണർ മൂടാനൊക്കെ പറയുന്നുണ്ട്. ഈ കിണർ നമ്മൾ വെള്ളം ഉപയോഗിക്കണതാണോ എന്നൊക്കെ. ഇത് നമ്മുടെ കിണറല്ല കേട്ടോ, അതിർത്തിയാണ് ആ മതില്, അതിന്റെ അപ്പുറത്താണ് ആ കിണർ. അത് മൂടണമെങ്കിൽ ഒരു കുഞ്ഞൊരു മല വേണം. അതെ അതേ, അത് മോളി അപ്പുറത്ത് കയറിയാൽ അത് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. വലിപ്പം മനസ്സിലാവുള്ളൂ. കിണറല്ലത്, കുളം പോലെയാ. പാമ്പ് അവരെയാണെങ്കിലും ശല്യം നമുക്ക്. പാമ്പ് അവരല്ലേ? പാമ്പ അവരുടെയാ? ആ പാമ്പ അവരുടെ അല്ല, പൊതു സ്വത്താണ്. അല്ല, ഇപ്പൊ അവരെ അതിർത്തിയിൽ ജീവിക്കുന്ന സാധനമാണല്ലോ, നമുക്ക് ഇത്ര പൊതു സ്വത്ത് അല്ലാന്ന്. അതല്ല അതിനെ ഉപദ്രവിക്കണത്, കുറ്റകരാവണേ. ആ അതങ്ങനെ. നല്ല ഭംഗിയുണ്ട് ഈ സാധനം. ഈ ചെടിയുടെ പേരെന്താ സരിത? അറിയില്ല. നല്ല വിലയുണ്ടെന്നുകൊണ്ട് ഇതിനൊക്കെ ഇത്ര വില കൊടുത്തിട്ട് വെക്കണ സാധനങ്ങൾ ചേട്ടൻ വലിച്ചു കളയും കുറച്ച് കഴിയുമ്പോൾ. അതൊന്നും നമുക്ക് ഉപദ്രവം ഉണ്ടാവുന്ന സാധനങ്ങളൊക്കെ കളയണ്ട. ഇത് നമ്മുടെ കരിഞ്ഞു പോയിട്ടുള്ള ചെടിയിൽ കേട്ടോ. ഇതിൽ വീണ്ടും വയ്ക്കാം, വർഷകാലത്ത് വയ്ക്കണല്ലോ, അതുകൊണ്ട് അവിടെ കിടക്കട്ടെ. വർഷകാലത്താകുമ്പോൾ വേര് പിടിപ്പിക്കേണ്ടി വരില്ലേ? നേരെ വെച്ച് കൊടുത്താൽ മുളയ്ക്കും തോന്നുന്നുണ്ട്. നോക്കി നോക്കാം. ഇടിയൻ ചക്കയിലേക്കുള്ള ഉള്ളി നന്നാക്കട്ടെ. നാളെ ചെയ്യല്ലേ തരുതേ? ഞാൻ ചെരിയോളാം ചേട്ടൻ വെടുപ്പാക്കല്ലേ? എനിക്കിത് വെടുപ്പാക്കൽ കഴിഞ്ഞു കഴിയും. അതേ, നാളികേരം ഇടിയും ചക്കയ്ക്കുള്ള നാളികേരത്തിനേ മൂത്ത നാളികേരം ഇടാൻ പാടില്ല. അത് നാളികേരം പൊതിച്ചു വേണം നമുക്ക്. ഫസ്റ്റ് ചള്ള് നാളികേരാണ്. ചള്ളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മൂത്ത നാളികേരല്ല. നമ്മുടെ തെങ്ങില്ലേ, തെങ്ങ് വെട്ടിയില്ലേ, അതിൻ്റെ മൂക്കാത്ത നാളികേര നാശം അതിൻ്റെ ആവും. കുഴപ്പമില്ല, വെള്ളം ഇത് ഇത്രയ്ക്ക് മൂപ്പ്. നല്ല വെള്ളം വേണേൽ കുടിച്ച് തരുതേ, വേണ കുടിച്ചോ, നല്ല തരിപ്പുണ്ടാവും ഇല്ലേ? ഇത് ശരിയല്ല. ഞായറാഴ്ചയുടെ എല്ലാവരും ഇറച്ചി വെച്ചിരിക്കുമ്പോൾ നമ്മൾ കഞ്ഞിയും ഇടിയൻ ചക്കയും, ഇന്നലെ വൈകുന്നേരം അൽഫാം കഴിച്ചാൽ മൂടുണ്ടാവില്ല അല്ലേ? എനിക്കിറച്ചി വേണ്ട. അതേ, അല്ല ഉച്ചയ്ക്ക് തൈര് മതി, തൈരും ഇടിയും ചക്ക കൂട്ടാനും മതി, വേറെ ഒന്നും വേണ്ട. ഇതുണ്ടല്ലോ, ഇന്നലെ ഞാൻ തൈര് അല്ല മറ്റേ സാധനം ഉണ്ടല്ലോ, ഒന്ന് കോവയ്ക്ക അവിടെ അടുക്കളയിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ തീയിൽ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ഇളക്കി കൊടുക്കേണ്ടത്. അതൊക്കെ മതി. ചട്ടിച്ചോറ് ഉണ്ടാക്കിയിട്ട് മറ്റേ തൈര് സാദം, ചട്ടി തൈര് സാദം ഉണ്ടാക്കിയിട്ട് യുപ്പേരി മതി അല്ലേ? ആ എന്ത് രസം. ആ കയ്പക്കായകള് അവിടെ നിന്ന് പൊടിച്ചോണമെന്നില്ലേ കുറച്ചെണ്ണം, അത് വറക്കാം. മോരടിച്ച കയ്പക്കായകള്. അതെ. അപ്പൊ ചേട്ടൻ വെടുപ്പാക്കൽ നിർത്തി പോന്നാ? നാളെ ചെരിഞ്ഞിട്ട് വെടുപ്പാക്കാന്ന്. ആ ഈ നാളേരം ചെരുകാൻ കൂടി ഇരിക്കണതിന്റെ പിന്നില് ഇങ്ങനൊരു കാര്യം കൂടി ഉണ്ട്, ഉദ്ദേശം കൂടി. അതായത് ഇങ്ങനെ ചെരുകുമ്പോ മേലത്തില്ലേ, മേലത്തെ നാളേരം അല്ലേ ചേട്ടാ? സലീം കുമാർ പറയില്ലേ, എന്ന് ഞാൻ ഈ പണി തുടങ്ങിയോ അന്ന് മുതൽ ഒരു ശവത്തിന് ജെട്ടിട്ട് പോകാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞ പോലെ, എന്ന് ചേട്ടൻ നാളേരം ചെരുക്കുണ്ടോ അന്നൊന്നും നമുക്ക് ആ നാളേരം കിട്ടില്ല. എനിക്ക് മാത്രല്ല, ആണുങ്ങളില്ലേ, ആണുങ്ങൾ നാളെ ചേരുന്നവർക്ക് ഒരുവിധം പേർക്കൊക്കെ അവർക്ക് അറിയാവുന്നവർക്ക് ഈ സ്വഭാവമുണ്ട്. ആ മുകളിലത്തെ ചെരുക്കണത്, ആ മുകളിലത്തെ ആ കോട്ടിങ് ചെറിയേട്ടൻ പറയില്ലേ, ഒരു തുണ്ട് പോലും ഇടില്ലാന്നത്. ചെറിയേട്ടൻ കാരി തിന്നായിരിക്കും അല്ലേ? നമ്മുടെ ഇത് ആയിട്ടുണ്ട് കേട്ടോ, വെന്തത് ചതയ്ക്കണം. കാച്ചാനായിട്ട് ചീഞ്ചട്ടി ഉണ്ട് ഇവിടെ. ആ
മഞ്ഞൾപ്പൊടിക്കാരൻ ഒരു പ്രത്യേകത തരുതേ. ആ നീ ഇങ്ങനെ പിന്തിരിഞ്ഞിട്ടാ ഇത്. അവിടെ നോക്കുമ്പോൾ വെയിൽ, ഇനി ക്യാമറാമാൻ വെയിൽ കൊള്ളട്ടെ. ചാർലി ഇമ്രാനും രാത്രി അഴിച്ചു വിടുന്നില്ല കേട്ടാ. അപ്പോൾ രാത്രി അഴിച്ചു വിടുന്നുണ്ട്. ഇപ്പോൾ പാമ്പിനെ കണ്ട കാരണം കൊണ്ട് അവരെ പൂട്ടിയിടില്ല. അപ്പോൾ അവർ ചാടണ സ്ഥലത്തെ ചില സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ, ഈ ഹോം അലോൺ സിനിമയിൽ കള്ളന്മാർ കയറണോടത്തൊക്കെ ആ കുട്ടി ഓരോന്നും ചെയ്ത് വയ്ക്കില്ലേ. അതായത് വാതിലിങ്ങനെ തുറക്കുമ്പോൾ ഇടികിട്ട് അങ്ങനത്തെ ഒക്കെ ഓരോന്നൊക്കെ ആക്കി വയ്ക്കില്ലേ. പിന്നെ വല്ല ചരടൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഡോർ ഇങ്ങനെ തുറക്കുമ്പോൾ ആ ചരട് വലിയുമ്പോൾ മോളിൽ നിന്ന് വല്ല പെയിൻറ്റും ബക്കറ്റൊക്കെ വീഴും. അതുപോലെയുള്ള കുറേ സാധനങ്ങളാക്കി വെച്ചേക്ക ചേട്ടൻ. അവർ ചാടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്ത് ഈ ചെല്ലേ ഇമ്രാൻ അത് പൊളിക്കാൻ തലയിലേക്ക് ഓരോന്നൊക്കെ. തലയിരിക്കും മാത്രല്ല കാല് പിടിക്കും. മറ്റേ കുടില് അത് പൊളിച്ചപ്പോ ഡോം, അതിന്റെ ഡോമില് അങ്ങനെ ഓരോന്നൊക്കെ ഓരോ ഒട്ടിപ്പ് മന്ത്രത്തുമലൊക്കെ ആക്കിയിട്ടുണ്ട്. അത് കാരണം കൊണ്ടാണ് ഉരുൾപൊട്ടലിന്റെ ഇടയിൽ പെട്ട പോലെ ഇമ്രാൻ. ചാർലി എന്നെ രക്ഷിക്ക. ചാർലി ചാടാൻ ശ്രമിച്ചിട്ടില്ല. ഇമ്രാൻ ഇടയ്ക്ക് പോയി നോക്കുമ്പോ ഇമ്രാന് മനസ്സിലായത് എന്തൊക്കെയുണ്ട്. അതാണ് ഇമ്രാനും രണ്ടുപേര് പോയിട്ടില്ല. രണ്ടുപേരും മുതലാളി ചതിച്ചറ. പകല് പൂട്ടിയിടും. ഇപ്പൊ നമ്മൾ പുറത്തുള്ള കാരണം പൂട്ടിയിടുന്നില്ലേ. രണ്ടുപേരും അത് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ഒരാൾ ഇവിടെ ഉണ്ട്, ഒരാൾ അവിടെ ഉണ്ട്. അവസ്ഥ ഇവിടെ നിന്ന് ചതയ്ക്കാൻ സുഖമില്ല. കാരണം ഇവിടെ നമ്മള് ഹൈറ്റ് കൂടുതല്. അപ്പൊ ചേട്ടന് ഒന്നുകൂടി വളയേണ്ടി വരില്ലേ. ആ ചീഞ്ചട്ടി ഇങ്ങോട്ട് കാണിച്ചേ. അങ്ങോട്ട് കൊണ്ടുപോവാ. ഇനി മറ്റേത് ചതയ്ക്കാം. ഇത് കുക്കറിലാക്കുമ്പോ നമ്മളിങ്ങനെ തൊടുമ്പളേക്കും ചതയുമല്ലോ. ഇത് പക്ഷെ അങ്ങനെ അല്ലാത്ത കാരണം കൊണ്ട് ഇതിന് ടേസ്റ്റ് കൂടുട്ടാ. അതെ. അല്ലെങ്കിൽ ടേസ്റ്റ് കൂടുതലാണ്. നമ്മള് മുറുക്കം കൂടുന്നവർ ഞാൻ പറഞ്ഞില്ലേ, മുറുക്കം കൂടുന്നവർ ടേസ്റ്റ് കൂടുതലാണ്. അതിനെ നിറയെ പുളിയും മേടിച്ചു ഗൈസ്. നോക്കിയത് ഇത് മുഴുവൻ എടുപ്പാക്കി. പറയണത് നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടമില്ല. ഞാൻ വെറുതെ പറഞ്ഞാണ്. ഇവിടെ നിറയെ പുളിയുറുമ്പ് മയ്യ കാണിച്ചില്ല മാത്രം. ആകെ പുളിയുറുമ്പ് മേടിച്ചു തന്നെ. പാമ്പുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കും എവിടെ കിടക്കണമെന്ന് മുതല്. ഈ മരത്തുമ്പലൊക്കെ കയറുന്ന അറിയും കൂടി ഇല്ല. അത് ശരിയാട്ടാ. ചെരിഞ്ഞു തുടങ്ങി. ഇത് മറയാണെങ്കിൽ നമ്മുടെ വീടിന്റെ അവിടെ വരെ എത്തും. അത് മറയൊന്നുമില്ല. അത് ചെരിഞ്ഞ് ലോഡായി തുടങ്ങിയുണ്ട്. അത് കൊമ്പ് ചില്ലിറക്കി നിർത്തിയാൽ മതി. ഇതിന്റെ തല കിടക്കുന്നത് ഇത് ഇവിടെയാട്ടാ. നോക്കിയത് ഇത്രയ്ക്ക് ഇതിലാ തല കിടക്കുന്നത്. നോക്കിയേ ഇവിടെയാണ് തല നിൽക്കുന്നത്. കണ്ടാ പിസാ ഗോപുരം ചെരിഞ്ഞ പോലെയായി മരം നിൽക്കുന്നത്. ചേട്ടാ ഫ്രണ്ടിൽ പോയി നോക്കി എത്ര മരങ്ങളാ ചെരിഞ്ഞിരിക്കണേ. കൂട്ടത്തോടെ ഒറ്റയ്ക്ക്. അതായത് ചേട്ടനത് മരങ്ങൾ കുഴിച്ചിടും പറയണ്ടായിരുന്നില്ലേ. ഒറ്റയ്ക്കല്ലേ ഇതിവിടെ. ഒരു ഒരു ഈർക്കിലി ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനൊരു ബലമില്ല. ആ സമയം ഒരു ചൂലായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര ബലമായിരിക്കും. ഇതിപ്പോൾ പറയേണ്ട ആവശ്യം തൊട്ടാ അവിടെ. അല്ല ഈ മരം ചെരിഞ്ഞിട്ട് ഇപ്പോൾ ബാലൻസിൽ കാറ്റ് വരുമ്പോൾ മറിഞ്ഞ് ഒടിഞ്ഞു വീഴുമെന്ന് പറയാം. ബാലൻസ് ആക്കി എനിക്ക് തുടങ്ങി കാലത്ത് 9. ജഗ്ഗു ഇന്നലത്തെ അൽഫാം ബാക്കിയുള്ളത് എയർ ഫ്രയറിൽ ചൂടാക്കാന്ന് വെച്ചിട്ടുണ്ട്. അവനത് മതി. ഞാൻ പറ ഇത്ര നല്ല കൂട്ടാനുള്ളപ്പോൾ ഇത് കൂട്ടി കഞ്ഞി കുടിക്കാൻ പാടാന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ കഴിക്കാന്ന്. നമ്മുടെ ഉള്ളിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടാ. നല്ല ഉള്ളി, നമ്മുടെ ഉള്ളി കാരണം കേട്ടാ ഈ കളറ്. ഉള്ളി ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയിട്ട് അപ്പോൾ നമുക്ക് കുത്തിപ്പൊടി മുളകിടാം. കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ചായലേക്ക് വെളിച്ചെണ്ണ നന്നായി വേണം. മെഴുക്ക് പുരട്ടിയല്ലേ, അപ്പം മെഴുക്ക് പുരട്ടണ്ടേ. വേപ്പില നാളേരം മൂത്തു. അപ്പോൾ നാളേരല്ല മൂത്തത്, ഉള്ളി മൂത്തു. ഉള്ളി വിളകപ്പോൾ നാളികേരിട്ടു. ഇതിലേക്ക് ഒരു ലേശം ഉപ്പിടുന്നുണ്ട് കേട്ടോ. ഇതിലേക്കുള്ളൊരു ഉപ്പ്. വെള്ളമൊന്നുമില്ലല്ലോ ചട്ടിയിൽ. നമ്മുടെ ചീഞ്ചട്ടി ചെറുതായോണ്ടേ ചീഞ്ചട്ടിയിലേക്ക് ഈ ഇടിയൻ ചക്കേനെ ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഉള്ളിമുളകൊക്കെ മൂത്തതൊക്കെ ഇതിലേക്ക് ഇട്ടു. നാളേറൊക്കെ കൂടും.
ഗ്ലാസ്സിലിട്ട് മിക്സ് ചെയ്യാം. അവിടെ ചോറ് വിളമ്പൽ തുടങ്ങി ചേട്ടൻ. ഇടിയഞ്ചക്കര പാത്രത്തിൽ തന്നെ ചേട്ടാ ഈ ചീഞ്ചട്ടി കരിയുന്നു ചേട്ടാ. അതെടുത്ത് വയ്ക്കാം. നമ്മുടെ മനോഹരമായ ഇടിഞ്ചക്ക കഞ്ഞിയല്ല ഓടിക്കണ ചേട്ടൻ. ഇത് മടക്കി പടയ്ക്കാം. മതിന്ന് പറയില്ലല്ലോ. മതിന്ന് പറയില്ലേ ഞാൻ. ഉച്ചയാകുമ്പോൾ കഴിക്കാം. നല്ല മഞ്ഞൾ പൊടി തരാടാ. വേറൊരു കളർ അല്ലേ? മറ്റേ കൂട്ടാ ഞാൻ ഇളക്കട്ടെ പോയിട്ട്. കോവയ്ക്ക് ഉപ്പേരി ഉണ്ട് അവിടെ. ഉച്ചക്ക് എടുക്കാല്ല. ഉച്ചക്ക് നാളികേരൊക്കെ ചള്ള നാളികേരല്ലേ, എന്ത് രസമാണെന്നറിയോ.